ഹലോ, ഇതിപ്പോൾ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ച എടുത്ത പരിപാടി എന്ന് വെച്ചാൽ ചിക്കൻ വയ്ക്കണം. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ചിക്കൻ വാങ്ങി വയ്ക്കുന്ന ഒരു ദിവസം കൂടെയാണ് കേട്ടോ. മിക്കുള്ളവരും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ മോളെ കൊണ്ടാക്കാനായിട്ട് ഞാൻ പോയപ്പോഴത്തേക്കും ചിക്കൻ കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ മീനൊന്നും കിട്ടില്ല, അതുകൊണ്ടായിരിക്കും പൂച്ചയൊന്നും കാണില്ല. മറ്റേത് ഇവിടേക്ക് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഞാനെങ്ങനെ ചിക്കൻ വയ്ക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടിയും കൂടെ വറുത്തിട്ട് ചിക്കനിലിട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലവണ്ണം കൈ കൊണ്ട് പെരട്ടി കുറച്ച് നേരം മാറ്റി വയ്ക്കും. ആ കൈ കൊണ്ട് പുരട്ടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. എന്നിട്ട് നമ്മൾ ചിക്കൻ വയ്ക്കുന്ന പാത്രം എടുക്കുക, ഇവിടെ കടുക് പൊട്ടിക്കുക. ഞാൻ കടുകും മറ്റുള്ളവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് അത് മൂത്ത് വരുമ്പോഴത്തേക്കും ചെറിയുള്ളി സവാളയും കൂടെ ചേർക്കണം. നമ്മളിവിടെ കൂടുതലും ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. ചെറിയുള്ളിയും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ഇട്ട് നല്ലവണ്ണം വഴറ്റി ചുമന്ന് വരില്ലേ, ആ ഒരു പരുവം വരെ വഴറ്റിയെടുക്കണം. ഞാൻ ഈ ചിക്കൻ വയ്ക്കുന്നത് ഈ ഉരുളിയിലാണ് കേട്ടോ. കാരണം ഇവിടെ ചേട്ടൻ പറയും കുറച്ച് ചിക്കനേ ഉള്ളൂ, എന്നാലും ഈ അണ്ടാവിലേ വയ്ക്കുള്ളൂ എന്ന്. കാരണം എനിക്ക് ഈ പാത്രത്തിൽ വെച്ചാൽ ഒരു തൃപ്തിയുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ അതും വഴണ്ട് ചുവന്ന് വരുമ്പോഴത്തേക്കും ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് അതും കൂടെ മൂത്ത് നല്ല വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിലോട്ടിട്ട് തട്ടി നല്ലവണ്ണം ഇളക്കി അടച്ചു വയ്ക്കണം. വെള്ളം ഒഴിക്കാൻ പാടില്ല, കാരണം ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. എന്നിട്ടൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തുറന്ന് നോക്കണം. അപ്പോഴത്തേക്കും ഇതാ വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ് മുളകോ എന്താണ് കുറവുള്ളതെന്ന് വെച്ചാൽ അതും കൂടെ ഇട്ട് കൊടുക്കണം. ഞാൻ അവിടെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കരിവേപ്പില പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അയ്യോ, എന്നിട്ട് ഇത് നല്ലവണ്ണം ഇളക്കി പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കേ. എല്ലാവരും ചേർക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളിവിടെ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് തീ കുറച്ച് അടച്ചങ്ങ് വയ്ക്കും. ഇളക്കി അടച്ചങ്ങ് വയ്ക്കും. ആ ഒരു ചെറിയ തീയിൽ കിടന്ന് ചിക്കൻ അങ്ങനെ വെന്ത് അതിൽ ആ എണ്ണയൊക്കെ ഇറങ്ങി എണ്ണയൊക്കെ തെളിഞ്ഞ് വരില്ലേ, ചിക്കൻ വെന്ത് വരുമ്പോഴത്തേക്കും വെന്ത് പാകമായി വരുമ്പോഴത്തേക്കും അപ്പോൾ അങ്ങനെ വെന്ത് കുറുകിയൊക്കെ വരും. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ ചിക്കൻ വയ്ക്കുന്നത്. ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വറ്റി വരും. ലാസ്റ്റിൽ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ. അപ്പോൾ അതെടുക്കാൻ പറ്റിയില്ല വീഡിയോ. അപ്പോൾ ചിക്കൻ കറി ആയിട്ടുണ്ട്. പിന്നെ മരിച്ചീനിയും കൂടെ വെച്ചേ. ഇവിടെ ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട. പിന്നെ ഇന്നലത്തെ രസവും കൂടെ ഇരുന്നു, അതും കൂടെ ഞാൻ എടുത്ത് വെച്ച് കൂട്ടുന്നെങ്കിൽ കൂട്ടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കിച്ചൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നു. അപ്പോൾ അവനാണ് ചോറിടുന്നത്. അവൻ പറഞ്ഞ് അവനെ വീഡിയോ എടുക്കല്ലോ, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.